ചെയ്താണ് മേടിച്ചത്. വലിയൊരു മീൻ ഫിഷായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം, ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസും എല്ലാം പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓണിയൻസ് എടുത്തിട്ടുണ്ട്. ഒരു 2 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 4 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടൊമാറ്റോസ് ഒരു 4 എണ്ണം, അത് ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുക. പിന്നെ കറി ലീവ്സ് എടുത്തിട്ടുണ്ട്. കറി ലീവ്സ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ അതിൻ്റെ ടെക്നിക്ക് പറഞ്ഞു തരാം. പിന്നെ അതുപോലെ തന്നെ കുടംപുളി എടുത്തിട്ടുണ്ട്. കുടംപുളി ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും, ഇതിത്രയാണ് നമ്മുടെ ഇതിലെടുത്തിരിക്കുന്നത്. പിന്നെ മസാലാസ് ആണെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ ഉലുവ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടേമറിക് പൗഡർ, സോൾട്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മുടെ ടൊമാറ്റോസ് എല്ലാം അരിഞ്ഞിടുവാണ്. ടൊമാറ്റോസ് വെറുതെ എന്താ പറയുക, വലിയ ചെറുതാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അരിഞ്ഞിട്ടിട്ട് നമുക്കതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഓണം മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടിയാണ്. ഓക്കെ, മൺചട്ടിയാണ് എപ്പോഴും ഫിഷ് കറിക്ക് ബെസ്റ്റ്, എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ പ്രത്യേകിച്ച് പറയുവാണ്, നമ്മളെപ്പോഴും ഒരു പഴയ മൺചട്ടി യൂസ് ചെയ്ത് കേട്ടോ ഇങ്ങനെയായത്. ഈ മൺചട്ടിയാണ് ഞാൻ എപ്പോഴും ഫിഷ് കറിക്ക് യൂസ് ചെയ്യുക. ഇതാണ് ഇതിട്ടുണ്ട്, ചൂടാവുന്നേ ഉള്ളൂ. നമ്മൾ കുടംപുളി ഒന്ന് കഴുകിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. ചട്ടി നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിൽ തന്നെ ഉപയോഗിക്കാം. എപ്പോഴും ഫിഷ് കറിക്ക് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് കേട്ടോ. കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ചിലർ കടുക് വറുക്കാറുണ്ട് ഫിഷ് കറിയിൽ. ഞാനിപ്പോൾ തൽക്കാലം ഈ ഫിഷ് കറിയിൽ കടുക് വറുക്കുന്നില്ല. ഞാനിപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഉലുവ അതിലേക്ക് ഇടുന്നുണ്ട്. നമ്മൾ ആ ഉലുവ ഇട്ടതിന് ശേഷം ചെറുതായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഗാർലിക് ഇട്ടതിന് ശേഷം നമ്മൾ ആ ജിഞ്ചറും കൂടെ ഇടുവാണ്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഓണിയൻ സവാളയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് സോൾട്ടും കൂടി ഇടുവാണ് കേട്ടോ. എടുത്ത് വെച്ചതിൽ നിന്നും കുറച്ച് സോൾട്ട് ഇട്ടിട്ടുള്ളൂ. ഇത് നല്ലോണം ഈ ഉള്ളി നല്ലോണം വഴറ്റണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റായിട്ട് വരിക. നല്ല രീതിയിൽ വഴറ്റി വരണം. ഈ സമയത്ത് നമ്മൾ 4 പച്ചമുളക് കീറി വെച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുവാണ്.
ഞാൻ തേങ്ങാപ്പാലാണ് ഇതിലേക്ക് യൂസ് ചെയ്യുക. ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തേങ്ങാപ്പാലും കൂടെ നമ്മൾ ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഉള്ളി നല്ലോണം വഴണ്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ നടുക്കൊഴിക്കുവാണ്. അതിലേക്ക് നമ്മുടെ എല്ലാ മസാലാസ്, അതായത് ഞാൻ എടുത്തിട്ടുള്ള ഇത് ചില്ലി പൗഡറാണ്, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതുപോലെ തന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 1 ടേബിൾ സ്പൂൺ ടേമറിക്കും ഉണ്ട്. ഇത് 3 കൂടെ ഇട്ടിട്ട് നമ്മളിവിടെ നിന്ന് ഇതാക്കി കൊടുക്കുക. എന്നിട്ട് ടോട്ടലി മിക്സ് ചെയ്യുക. നമ്മൾ ഈ ടൈമിൽ തന്നെ നമ്മുടെ അടിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോയുടെ ഇതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടെ. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പുളിയും വെള്ളവും രണ്ടും കൂടെ ആഡ് ചെയ്യുവാണ്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിന് കുറച്ച് കറിവേപ്പില ഇപ്പോഴും ആഡ് ചെയ്യുന്നുണ്ട്. എടുത്തു വെച്ചിരിക്കുന്നതിന് കുറച്ച് കുരുമുളക് പൊടി ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1 ടീസ്പൂൺ വരും. ഓണം തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ആ ഫിഷൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫിഷ് എടുത്ത് വെച്ചൊക്കെ ആഡ് ചെയ്യുവാണ്. ഫിഷ് ആഡ് ചെയ്ത് നടക്കുന്നേ ആയതുകൊണ്ട് പതുക്കെ നമുക്കിതൊന്ന് താഴ്ത്തി കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഞാനിപ്പോൾ എടുത്ത് വെച്ചത് കുറച്ച് ഒഴിക്കുകയാണ്. വല്ലാണ്ട് ഇളക്കാൻ പാടില്ല. ഫിഷ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. നമ്മളിതിലേക്ക് കുറച്ചുകൂടെ തേങ്ങാപ്പാൽ മിക്സ് ചെയ്തത് 2ാം പാലാണ്. അത് ആക്ച്വലി ആദ്യത്തെ കഴിഞ്ഞിട്ട് സെക്കൻഡ് അത് ഒഴിക്കുവാണ്. ഞാനൊരു ഹാഫ് തേങ്ങാപ്പാൽ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ കിട്ടും, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ തേങ്ങ എടുത്തിട്ട് തേങ്ങാപ്പാൽ എടുത്താണ് വയ്ക്കുന്നത്. ഇതൊന്ന് കുറച്ച് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന ആ കറിവേപ്പിലയും കൂടെ അതിലിടാം. അതിലേക്ക് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ഈ സമയത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മുകളിലായിട്ട്.
പിന്നെ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ആ കുരുമുളക് പൗഡർ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇളക്കുമ്പോൾ വല്ലാണ്ട് ഇളക്കരുത്, വളരെ സോഫ്റ്റായിട്ട് ഇളക്കാവുള്ളൂ. ഞാനിപ്പോൾ വളരെ സോഫ്റ്റായിട്ടാണ് ചെയ്യുന്നത്. ഫൈവ് മിനിറ്റ്സ് നമുക്ക് അടച്ച് വയ്ക്കണം. ഇപ്പോൾ നല്ലോണം ആയിട്ടുണ്ട്. നമുക്കിനി ഒരു സെർവിങ് ഡിഷിലാക്കിയിട്ട് കാണിക്കാം ഫ്രണ്ട്സ്. ഗ്യാസിൽ ജസ്റ്റ് ഒന്ന് വാഴയില വാട്ടിയിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഷ് കറി റെഡി ആയത് നമുക്ക് പതുക്കെ ഒരു സെർവിങ് ഡിഷിലേക്ക് ആക്കാം. വെറുതെ നല്ലൊരു അടിപൊളിയാക്കി വെക്കട്ടെ. നല്ല ചെയ്തത് ഞാനൊരു 2 പീസ് വാഴയില ഒന്ന് വാട്ടിയത് ഈ ഒരു ചട്ടി കണ്ടോ, ഇതിലേക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് നമ്മളിതിലേക്ക് ഇതാക്കാൻ പോവാണ്. ഓക്കെ, കാണിക്കാം ഫ്രണ്ട്സ്. നല്ല ഒടുക്കത്തെ ലുക്കാണ് ഫിഷ് കറിക്ക്. കണ്ടോളൂ, കണ്ടോ. എന്തായാലും നമുക്ക് പതുക്കെ ഫിഷ് നമുക്ക് അതിലേക്ക് ആക്കാം, സെർവിങ് ഡിഷിലേക്ക്. ഇതാ ചട്ടിയുടെയും വാഴയിലയുടെ എല്ലാം കൂടെ ഒരു ഫ്ലേവർ വരും. നമുക്കിതിങ്ങനെ ഇതുപോലെ തന്നെ കണ്ടില്ലേ, ഇതുപോലെ തന്നെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഒരു ½ അവർ ഇത് അടച്ച് വയ്ക്കുക, എന്നിട്ട് കഴിക്കുക. അടിപൊളി ഫ്ലേവർ ആയിരിക്കും, വാഴയുടെ ഫ്ലേവറും വരും, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്.